ശ്വസിച്ചാൽ തന്നെ നമുക്ക് മിക്ക അസുഖങ്ങളും വരില്ല. ഭൂമി കെട്ടിടങ്ങൾ മാത്രമാകുമ്പോഴാണ് നമുക്ക് ഒട്ടനവധി അസുഖങ്ങളും ചൂടും മറ്റ് പലതും വരുന്നത്. എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യമുള്ളൊരു സാധനം, ഒരു മരുന്ന് ടോണിക് കഴിക്കുന്ന പോലെയാണ്. ഈ വെറൈറ്റികൾക്ക് സമയം വേണ്ട. ഇല്ല, നേഴ്സറി വന്നത് ഈ അടുത്ത കാലത്തല്ലേ. നേഴ്സറി വന്നത് ചുരുങ്ങിയ കാലങ്ങളായിട്ടുള്ളൂ. 20 വർഷം മുമ്പ് ആണിത് നട്ടേന്ന് പറഞ്ഞു. ആ 20 വർഷം മുമ്പ് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഇത് ആ വെറൈറ്റി സാധനം ഇവിടെ ആന്ധ്രയിൽ ഞങ്ങളത് വെച്ച് ഇത് ചെയ്ത് 3-4 വെറൈറ്റി എടുത്തായിരുന്നു. വെള്ളയും പിടിച്ചായിരുന്നു. ചെടികളെ സംബന്ധിച്ച് മൊത്തത്തിൽ ഈ മൊസാന്ത ഇങ്ങനെയുള്ള വെറൈറ്റികൾക്ക് വെള്ളം മതി. ആര് വന്നാലും അതിന്റെ കൊമ്പ്, ടൂറിസ്റ്റുകളായാലും ഇവിടെ നിർത്തിയിട്ട് അതിന്റെ കൊമ്പ് മുറിച്ചു പോകുന്നു. കാലത്ത് ഇത്രയും ഭംഗിയാവുമെന്ന് വിചാരിച്ചിട്ടാണോ ഇത്? അല്ല, അത് നമ്മുടെ വൈഫിന് ചെടികളോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് അങ്ങേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനകത്ത് ശുശ്രൂഷിക്കുന്നു, വെള്ളം ഒഴിക്കുന്നു. ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വയനാട് ജില്ല അമ്പലവയലിനടുത്ത് മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണ്. കാരണം നമ്മൾ 2 പ്രാവശ്യം റീലിട്ടുണ്ട്. ആ റീലിട്ട സമയത്തൊക്കെ ചോദിച്ചിരുന്നു ഇത് എവിടെയാണ് സ്ഥലമെന്നും ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതെന്ന്. കാരണം മൊസാണ്ട ഒരുപാട് സ്ഥലത്ത് ഒരുപാട് രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ മനോഹരമായിട്ട് കാണുന്നത് വളരെ അപൂർവമായ സ്ഥലത്തുള്ളൂ. കാരണം ഇതിന് അത്രത്തോളം പഴക്കമുണ്ട്. റീൽസ് ഇട്ട ഓരോ സമയത്തും ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എവിടെയാണ് ഇത്രയും മനോഹരമായ രസം ഉള്ള കാഴ്ച എന്നുള്ളത്. ഈ ഒരു മൊസാണ്ടയ്ക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല ഇത്രയും ഹൈബ്രിഡിൽ മൊസാണ്ട വന്നിട്ടും ഇതുപോലെ ഭംഗിയായിട്ട് എവിടെയും കണ്ടിട്ടില്ല എന്നും ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. സംഭവം വേറെ ആരുമല്ല, നമ്മുടെ വർഗീസേട്ടനാണ്. വർഗീസേട്ടൻ ഈ ഒരു ചെടികൾ മാത്രമല്ല കേട്ടോ, വർഗീസേട്ടൻ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്ത ഒരാൾ കൂടിയാണ്. അപ്പോൾ ആളുകളെ പരിചയപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ആളുകളുടെ ഓരോ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട് ഈ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിക്കും അല്ലാതെ കാണുന്ന ഒരുപാട് ആളുകൾക്കും വേണ്ടി അവരെ പരിചയപ്പെടുത്താണ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, നന്നായി പോകുന്നു. നമ്മൾ വീഡിയോ ഞാനിവിടെ പറയാതെയായിരുന്നു വീഡിയോ എടുത്തിട്ടിരുന്നത്. അപ്പോൾ മോനാന്ന് തോന്നുന്നു എൻ്റെ വീഡിയോയുടെ അതിൽ കമൻറ്റ് പറഞ്ഞിരുന്നു, ഇത് നമ്മുടെ വീടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് മുതൽ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ വർഗീസേട്ടൻ ബത്തേരിലായിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. ഇത് അമ്പലവേലാണല്ലോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ലോകത്തിലുള്ള പലരും എന്നെ കോൾ ചെയ്തു, നന്നായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു, ഇത് എവിടെയാ വീട് എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു, ഫ്രണ്ട്സ്. ഓക്കെ, അറിയുന്നവര്, അല്ലാത്തവർക്ക് നമ്മൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഒത്തിരി പേരെന്നോട് ചോദിച്ചു എന്തുകൊണ്ട് മൊസാണ്ട മാത്രം ഇത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചോദിച്ചു. അപ്പൊ ആദ്യം വർഗീസേട്ടൻ ശരിക്കും പരിചയപ്പെടാൻ എന്താ ചെയ്തതെന്നൊന്ന് പറയൂ. ഞാൻ സുൽത്താൻ ബത്തേരിയിൽ 53 വർഷത്തോളമായിട്ട് ആദാലത്ത് പ്രവൃത്തിയിലാണ്. അതിനുശേഷം ഇടക്കാലത്ത് രാഷ്ട്രീയത്തിലായിരുന്നു. 2011 വരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അമ്പലവയൽ വിവിധ ബിസിനസ് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. പിന്നെ കൃഷിമിത്ര ഏജൻസീസ്, പിന്നെ മെരിയാസ് കളക്ഷൻ എന്നിവയൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളാണ്, മക്കളാണിത് കൊണ്ടു നടക്കുന്നത്. പിന്നെ കൃഷിയിലും മറ്റു മേഖലയിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പറമ്പിലും വിവിധ ഇനം കൃഷികളുണ്ട്. പിന്നെ പല ഇനം ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ വളർത്തുന്നുണ്ട്. പിന്നെ ഒഴിവുള്ള സമയങ്ങളിൽ ഞാൻ 10-20 കൊല്ലമായിട്ട് ലോകത്തിൻ്റെ ഒരു 3/4 ഭാഗം കണ്ടു കഴിഞ്ഞു. 40-ലേറെ രാജ്യങ്ങളിൽ എൻ്റെ ഭാര്യയും കണ്ടു കഴിഞ്ഞു. എൻ്റെ പേര് മേരി. പിന്നെ എത്ര രാജ്യങ്ങൾ? 40 രാജ്യത്തോളം കണ്ടു. ഒരുമിച്ചാണോ പോയെ? ഒരുമിച്ച് 40 രാജ്യങ്ങൾ കണ്ടു. പിന്നെ ഫ്രണ്ട്സായിട്ട് ഞാൻ കുറെ, മിക്കപ്പോഴും ഫ്രണ്ട്സ്. എത്ര രാജ്യം കണ്ടു? ഏതാണ്ട് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, എന്നാലും ഒരു 70-60 ഇടയ്ക്കുണ്ടാവും. യൂറോപ്പ് ഫുള്ളി കറങ്ങി. യൂറോപ്പ് പിന്നെ അങ്ങേ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഐസ്ലൻഡ്, ഫിൻലൻഡ്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ആ ഭാഗങ്ങളെല്ലാം ഫുള്ളാണ്. എങ്ങനെയാണ് ഏജൻസി മുഖാന്തരമാണോ പോകുന്നത്? ഒറ്റയ്ക്ക് ഫ്രണ്ട്സ് മുഖേന ഞങ്ങൾ 4 പേര് ഇടയ്ക്കിടയ്ക്ക് പോകും. ഒരു കൊല്ലം 3-4 തവണ പോകും. മറ്റേ ഇത് വലിയ ടൂറുകളൊക്കെ ഏജൻസി മുഖേന, അല്ലാതെ നമുക്ക് അതിനുള്ള വിവരക്കുറവാണ്. ലോകസഞ്ചാരി സന്തോഷ് ജോർജ് ഇങ്ങനെ ടീമിൽ പോയോ? ഇല്ല, പോയിട്ടില്ല. അത് കോസ്റ്റ് കൂടുതലാണ്, ചെലവ് കൂടുതലാണ്. എന്തായാലും ഒരു ആഗ്രഹത്തിലുണ്ടാവും. ആഗ്രഹമുണ്ട്. ഞങ്ങൾ പലപ്പോഴും എൻക്വയറി ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ ഉള്ള എറണാകുളം ബേസ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ഒരു 4 ലക്ഷം പറയുന്ന ഒരു ടൂറിന് പുള്ളി 6 ലക്ഷം ആയിരിക്കും. ചെലവ് കൂടുതലാണ്. പക്ഷെ അതുപോലെ സൗകര്യം കൂടുതൽ ഏരിയയിൽ നിന്ന് വിശദമായി പറഞ്ഞു കാണുന്നതിനേക്കാൾ കൂടുതൽ നല്ല മേത്തറ ഹോട്ടലിൽ നല്ല ഫുഡ് അങ്ങനെ ചെയ്യുന്ന പോലെ നമ്മുടെ കേരളത്തിലുള്ള മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ആൾക്കാർ ബാർഗെയിൻ ചെയ്യും. തീർച്ചയായിട്ടും മലയാളികൾ നന്നായി ബാർഗെയിൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ചെടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ചെടികളെ സംബന്ധിച്ച് മൊത്തത്തിൽ ഈ മൊസാന്ത ഇങ്ങനെയുള്ള വെറൈറ്റികൾക്ക് വെള്ളം മതി. ഏത് കാലാവസ്ഥയിൽ അത് പിടിച്ചു നിൽക്കും.
അത് മൊസാന്തയിൽ ചില വെറൈറ്റികൾ അങ്ങനെ പിടിച്ചു നിൽക്കില്ല. ഇപ്പോൾ ഞാനിവിടെ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഈ 3 കളർ കാണാം, പക്ഷെ ഇതിൽ വെള്ളം ഒരു കുറവുണ്ടെന്നൊരു തോന്നൽ വന്നു. വെള്ളം ഞങ്ങൾ പലതവണയും കൃഷി ചെയ്താൽ വെള്ളം വലുതായതാണ്, പക്ഷെ അതിന് പെട്ടെന്ന് ഫംഗസ് രോഗം ബാധിക്കും. ഫംഗസ് രോഗം ബാധിക്കും എന്താണെന്നറിയില്ല, ഈ മണ്ണിൻ്റെ വിഷയമാണോ എന്താണെന്നറിയില്ല. പൂവാണ് ഇതിൽ നിന്ന് പിടിപ്പിക്കാൻ ഇത് പിടിക്കും, ഈ റോസ് ഈ മറ്റേ വെറൈറ്റി പിടിക്കില്ല. അതാണ് ഏറ്റവും ഭംഗി. അത് നേഴ്സറിക്കാർ ഇവിടെ നിന്ന് ഒരുപടി പോയിട്ട് ഈ അമ്പലവിലെല്ലാം നേഴ്സറിക്കാർ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ നേഴ്സറിയും അവർ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ആൾക്കാർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ അത് പിടിപ്പിച്ചെടുത്തവർ അവരെങ്ങനെയാ പിടിപ്പിക്കുന്നതെന്ന് അറിയില്ല. അവര് കൊണ്ടുപോയിട്ട് അവർ പിടിപ്പിച്ച് അവര് സെല് ചെയ്യുന്നുണ്ട്. അവർ ഞങ്ങൾക്ക് ഒരു 5 തൈ ഫ്രീ തരണമെന്ന് പറഞ്ഞിട്ട് അതുപോലും തന്നിട്ടില്ല. ഒരു തവണ ഏതോ ഒരു തൈ അത് വേറെ വെറൈറ്റി. 20 വർഷം മുമ്പ് ആണിത് നട്ടേന്ന് പറഞ്ഞു. ആ 20 വർഷം മുമ്പ് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഇത് പിന്നെ ഒരു പ്രത്യേക വെറൈറ്റി സാധനം ഇവിടുന്ന് ആന്ധ്രയിൽ നിന്ന് എവിടുന്ന് ഒരു വഴിപോക്കം അങ്ങനെ ഒരു പാർട്ടി കൊണ്ടുവന്നാ. ശരി, ഒരു വണ്ടി കൊണ്ടുവന്നാ അവിചാരിതമായിട്ട് എടുത്തു. അന്ന് ആ സമയത്തൊന്നും ഇവിടെ നേഴ്സറി ഇത്രത്തോളം ആയിട്ടില്ല. ഇല്ല, നേഴ്സറി വന്നത് ഈ അടുത്ത കാലത്തല്ലേ. നേഴ്സറി വന്നത് ചുരുങ്ങിയ കാലങ്ങളായിട്ടുള്ളൂ. അപ്പോൾ അത് എടുത്ത് ഞങ്ങളത് വെച്ച് ഇത് ചെയ്ത് 3-4 വെറൈറ്റി എടുത്തായിരുന്നു, വെള്ളയും പിടിച്ചായിരുന്നു. പക്ഷേ ഇവൻ എന്താണെന്നറിയില്ല, ഇവൻ വളരെ മനോഹരമായിട്ട് അതല്ല, ഇവിടെ ആര് വന്നാലും അതിൻ്റെ കൊമ്പ് ടൂറിസ്റ്റുകളായാലും ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ചു പോകുന്നുണ്ട്. അവർ പിടിക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് സന്തോഷമാണ്. അതെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും ഭംഗിയാവുമെന്ന് വിചാരിച്ചിട്ടാണോ ഇത്? അല്ല, അത് നമ്മുടെ വൈഫിന് ചെടികളോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് അങ്ങേര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനകത്ത് ശുശ്രൂഷിക്കുന്നു, വെള്ളമൊഴിക്കുന്നു, വളം ചെയ്യുന്നു. ഈ മൊസാന്ത ഞങ്ങൾ 10-20 വർഷം മുമ്പ് വെച്ചതിന് ശേഷം നാളിതുവരെ വയനാട് ജില്ലയിലെ പല സ്ഥലത്ത് പോയി നോക്കിയിട്ട് ഈ ചെടികളെ ഞാൻ കണ്ടിട്ടില്ല. കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ നമ്മളിത് മുറിച്ച് നട്ടാൽ ഇത് പിടിക്കുന്നില്ല. എന്താ നേഴ്സറിക്കാരെന്തോ സാങ്കേതിക വിദ്യ പ്രയോഗിച്ചോ ഇനി പുറത്ത് കൊണ്ടുപോയിട്ടോ എന്താണെന്നറിയില്ല ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ണായി എന്നുള്ളതാണ്. 10-20 വർഷമായി അത് നട്ടിട്ട്. അതുകൊണ്ടാണ് അതങ്ങനെ വലിയ വളവും വെള്ളമൊക്കെ ചെല്ലുന്നതുകൊണ്ട് ആ തടി ശരിക്കും നോക്കുന്ന ആൾ പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു അധികാരിത ഉണ്ട്. കുട്ടികൾ 3 2 ആണും 1 പെണ്ണും. പിന്നെ 2 ആൺമക്കളും ബിസിനസ്സാണ്. അവർ 2 ആളും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ഒരാൾ തൊട്ടടുത്ത് താമസിക്കുന്നു, ഒരാൾ വീട്ടിലുണ്ട്. പേരവരുടെയൊക്കെ? ബിജോ വർഗീസ് മൂത്തയാൾ, 2ാമത്തെ ആളും ബിനോ വർഗീസ്, 3ാമത്തെ വീണ മരിയ വർഗീസ്. അവളെ കൽപ്പറ്റയ്ക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു സുഖമായിട്ടവിടെ ജീവിക്കുന്നു. അപ്പോൾ അവർ സന്തോഷമായിട്ടിരിക്കുന്നു. ചെടികളുടെ മുഖ്യ സംരക്ഷകർ എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. പുള്ളിക്കാരത്തേക്ക് കാലിനും സുഖമില്ല, ആരോഗ്യസ്ഥിതിയൊക്കെ പറ്റ മോശമാണ്. എന്നിരുന്നാലും അതിൻ്റെ പുറകെ നടന്ന് വെള്ളമൊഴിക്കുകയും വളം ചെയ്യുകയും പുല്ല് കയറാതെ നോക്കി സംരക്ഷിക്കുകയും ഇതെല്ലാം ചെയ്യുന്നത് അങ്ങേര് തന്നെയാണ് കേട്ടോ. നമുക്കിതിൽ മുഖ്യ റോളില്ല. അത് കാണുക, ആസ്വദിക്കുക, ഭംഗി ആസ്വദിക്കുക എന്നുള്ള റോള് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ ഉപദേശം തേടേണ്ട കാര്യമൊന്നുമില്ല, പുള്ളിക്ക് അറിയാമല്ല കാര്യം. അങ്ങേരാണ് ഇത് അടുക്കളപ്പണി കഴിഞ്ഞിട്ട് ആ വലിയ തിരക്കുള്ള കുഞ്ഞുമക്കളെ നോക്കി അടുക്കളപ്പണിയും കഴിഞ്ഞ് ഈ തിരക്കുള്ള സമയത്ത് ഈ ചെടികൾ നോക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, തിരക്കുള്ളവരെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങേര് അത് കൃത്യമായി സംരക്ഷിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാ ചെടികളും നല്ല എന്താ പറയുക, ആരെ വിളിച്ച് വെട്ടിക്കുക, മറ്റു സൗകര്യങ്ങളെല്ലാം അങ്ങേര് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അത് കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ. അപ്പോൾ അത് അവർ ആ കാര്യം സംബന്ധിച്ചേ പറ്റുള്ളൂ. റീസൺ അത് തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ വഴക്ക് പറയാറുണ്ട്, ജോലിക്കാർ വരുമ്പോൾ ചെയ്താൽ പോരെ, അപ്പം പറയും ഉണങ്ങിയിരിക്കുമെന്ന് പറയും. ചേച്ചി ഇതിനെ പരിപാലിച്ച് കൊണ്ടുവരുന്നത് ശരിക്കും പരിപാലിച്ച് കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുപാതകൾ കയറി കഴിഞ്ഞപ്പോൾ അതിനും വേറെ പ്രത്യേകിച്ച് വെള്ളമാണ് കൂടുതൽ ഒഴിച്ചുകൊണ്ടിരുന്നത്. രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കും. പിന്നെ ഇടയ്ക്ക് ചാണകപ്പൊടി വീടും, പിന്നെ വർഷം ചാണാൻ വീടും, അത്രയേ ഉള്ളൂ. വേറെ അങ്ങനെ ഇംഗ്ലീഷ് വെള്ളമൊന്നും അങ്ങനെ ഇടുകയില്ല. ഇപ്പോൾ 40 രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. ഈ 40 രാജ്യങ്ങൾ പോയിട്ട് ഇത്രയും വലിപ്പമുള്ള മൊസാന്ത കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടില്ല. എത്ര രാജ്യങ്ങൾ സഞ്ചരിച്ചു? ഏതാണ്ട് 60-നും 70-നും ഇടയ്ക്ക് ഉണ്ടാവും. ഇത്രയും വലിയ മൊസാന്ത എവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെ കണ്ടിട്ടില്ല. ചെടികൾ ഇത്രയേറെ ചെടികളും ആരും അങ്ങനെ ചെയ്യാറില്ല. ഇത്ര സ്ഥലവും ഒരു ഗാർഡന് വേണ്ടി നീക്കി വെക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. പറ്റുമെങ്കിൽ ആൾക്കാർ ഫ്രണ്ടിൽ ഷോപ്പ് സൈറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കാറ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇവിടെ ഇത്രയും ഏരിയ, ഒരുപാട് ഏരിയ ഉണ്ടെങ്കിലും ക്രോട്ടൺ ആണ് മെയിൻ. ക്രോട്ടനും ഈ പറഞ്ഞ നമ്മുടെ മൊസാണ്ടയാണ്. ഈ 2 തരം പ്ലാന്റുകളാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ടാണ് കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റുകളിലേക്ക് പോകാത്തത്? അത് ഒന്നാമത്തെ കാര്യം അതിൻ്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ 12 മണിക്കൂറെങ്കിലും അതിനെ വാച്ച് ചെയ്യണം. ഫംഗസ് വരും, പിന്നെ ഇറിഗേഷൻ, വെള്ളം കൃത്യസമയത്ത് എത്തണം,
പിന്നെ വളങ്ങൾ, അതിന് എല്ലാ വളങ്ങളൊന്നും പറ്റില്ല. ചില വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകും. അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട് അതിൽ. ബോഗൺവില്ല എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് സംരക്ഷിക്കണം. അത് പൂവ് നിൽക്കണമെങ്കിൽ മരുന്നടിക്കണം, തീർച്ചയായിട്ടും അത് വെട്ടി കൊടുക്കണം, അറിയുന്നവരെ വെട്ടാൻ സമയത്ത് കിട്ടണം. അപ്പോൾ അതൊക്കെ നമുക്ക് ആ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇത് അതിനുള്ള ആ വെട്ടാനൊക്കെയുള്ള വൈദഗ്ധ്യം നമുക്കില്ല. പിന്നെ സമയം അതിനൊരു ഘടകമാണ്. പക്ഷേ ഈ വെറൈറ്റികൾക്ക് സമയം വേണ്ട. നമുക്ക് വളം ചെയ്യാനും വെള്ളം ചെയ്യാനും രാത്രിയാണേലും വെളുപ്പിനാണേലും ചെയ്താൽ മതി. പിന്നെ ഫംഗസ് ബാധ കുറവുണ്ട്. അപ്പം മൊസാണ്ടയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഞാൻ കാണുന്നത് ക്രോട്ടനും ഈ 2 പ്ലാന്റുകളും ലീഫാണ്. ശരിക്കും ഈ മൊസാണ്ട ഈ ഫ്ലവർ പൊഴിഞ്ഞിട്ടാണ് ലീഫായി മാറുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളെ ക്രോട്ടൺ പ്ലാന്റുകൾ. ഏപ്രിൽ മാസം ആകുമ്പോഴത്തേനും അത് തളിർപ്പ് വരും. തളിർപ്പ് വരുന്നതോടുകൂടി പൂവായിട്ട് വരും. 2-3 മാസത്തേക്ക് കിട്ടും. ശരിക്കും പൂവ് എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവമാണ്. ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത്. അതെ, ഈ ഒരു മഞ്ഞ. അതേസമയം അത് ആ പുറകിലുള്ളത് അതിൻ്റെ ലീഫാണ്. പക്ഷേ ക്രോട്ടനും ഇതേപോലെ തന്നെ. ഇപ്പം നമുക്ക് ക്രോട്ടൺ പ്ലാന്റ് ആണെങ്കിലും ഇപ്പോൾ ഈ മൊസാണ്ട പോലത്തെ ആണെങ്കിലും നമ്മൾ ഫ്ലവറിനേക്കാൾ കൂടുതലായിട്ട് അത് ജനിച്ച് മരിക്കുന്നോടം വരെ അതിൻ്റെ ഭംഗി നിലനിർത്തുന്നുള്ളതാണ്. ഒരു ഫ്ലവറിങ് സീസൺ നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അതാണ് ഏറ്റവും വലുത്. നമുക്ക് രാവിലെ ഏറ്റു വരുമ്പോഴും ഒരു ഗാർഡൻ, ഒരു മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉല്ലാസം തോന്നിക്കും. നമുക്ക് ഒന്നാമത് ഈ മുറ്റത്തെ ഈ മനോഹാരിതയും ഇതെല്ലാം വൈകുന്നേരം വരെ മനസ്സിന് ഒരു സുഖം, അതുപോലെ തന്നെ സന്തോഷം നൽകും. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയാലും നല്ല കാപ്പിയും നല്ല കുരുമുളകും നല്ല വിവിധ ഇനം കൃഷിച്ചെടികളും എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യമുള്ളൊരു സാധനം. ഒരു മരുന്ന് ടോണിക് കഴിക്കുന്ന പോലെയാണ്. കാരണം ഇതിപ്പം നമ്മൾ വെറുതെ ഇരിക്കാൻ തോന്നില്ല. ഇപ്പോൾ ഒരു ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇത് കാട് നോക്കാനോ അല്ലെങ്കിൽ പറമ്പിലെ കാപ്പിയോ മറ്റു കൃഷികൾ നോക്കാനോ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. എന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, ചപ്പുകളൊക്കെ പരമാവധി നമ്മൾ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയൊക്കെ അന്തരീക്ഷത്തിലൊക്കെ നല്ല വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, നട്ടിട്ടുണ്ട്. കാരണം ഇത് ശ്വസിച്ചാൽ തന്നെ നമുക്ക് മിക്ക അസുഖങ്ങളും വരില്ല. ഭൂമി കെട്ടിടങ്ങൾ മാത്രമാകുമ്പോഴാണ് നമുക്ക് ഒട്ടനവധി അസുഖങ്ങളും ചൂടും മറ്റ് പലതും വരുന്നത്. ഇവിടെ ഒരു AC കാലാവസ്ഥയാണ് മൊത്തത്തിൽ. ഗാർഡൻ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണെങ്കിലും ആ ഗാർഡനിൽ നമ്മൾ എല്ലാ ചെടികളും കുത്തി നിറയ്ക്കരുത്. കാരണം അത് സംരക്ഷിക്കാൻ പാടാണ്. ഏറ്റവും നല്ലത് ആ ഭൂമിക്കും ആ സ്ഥലത്തിനും പറ്റിയ അനുയോജ്യമായ ഫംഗസ് ബാധ കുറവുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അതാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നോട്ടത്തിന് വളരെ എളുപ്പമാണ്. വെള്ളം കുറച്ച് മതി, ചാണകം മതി, മറ്റ് ഇംഗ്ലീഷ് വളങ്ങളൊന്നും വേണ്ട, കീടബാധത വരില്ല. അപ്പോൾ എല്ലാവർക്കും സമയലാഭം കിട്ടും. ഏറ്റവും നല്ലത് കുറഞ്ഞ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇത് തന്നെയാണ് മെസ്സേജിൽ പറയാനുള്ളത്. എല്ലാവരും കാണുമ്പോഴത്തേക്ക് എല്ലാ ചെടികളെയും ഓടിച്ചെന്ന് വാങ്ങാതെ അവനവന് സംരക്ഷിക്കാൻ പറ്റുന്ന ചെടികളെ വാങ്ങി സംരക്ഷിക്കുക. അപ്പോൾ നല്ലൊരു മെസ്സേജ് ആയിരുന്നില്ലേ? മാത്രമല്ല 2 ചെടികളെ വെച്ചിട്ട് എത്ര മനോഹരമാക്കിയിട്ടാണ് വർഷങ്ങളോളം അവരുടെ കൂടെയുണ്ട്. 20 വർഷമായിട്ട് ഈ മൊസാണ്ട കൂടെയുണ്ട്, ക്രോട്ടൺ പ്ലാന്റുകൾ കൂടെ 2 പേരുണ്ടോ ഞെളിഞ്ഞ് അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്ന ഇവരെ പോലെ തന്നെ 2 ക്രോട്ടൺ പ്ലാന്റ് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ മെസ്സേജ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. വർഗീസേട്ടനെ നേരിട്ട് പരിചയമുള്ളവരുണ്ടെങ്കിലും തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.